അപ്പോൾ ഇതിനകത്ത് ചേനയുണ്ട്, കാച്ചിലുണ്ട്, കപ്പയുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് ഞാനൊന്ന് പുഴുങ്ങിയെടുക്കട്ടെ. കാന്താരിമുളക് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പച്ചമുളക്, ഉള്ളി, ഉപ്പും ചേർത്തിട്ടൊന്ന് ക്രഷ് ചെയ്തിങ്ങി എടുക്കുക. ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ ഒന്നും പറയണ്ട. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഒരിച്ചിരി പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി അരച്ചിവിടെ വെച്ചേക്കുന്നു. ഇതെന്തായിരിക്കും ഈ കളറിൽ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നല്ലതായിട്ട് ഞാൻ ചേർത്തേക്കുന്നതെന്ന് വെച്ചാൽ ഇതിനകത്തെ ചുമന്നുള്ളിയല്ല, സവാളയായിരുന്നു. അത് ഒരെണ്ണം ഞാൻ ചേർത്തിട്ടുണ്ട്. കൂടുതൽ എരിയൊന്നും ഇല്ലാതിരിക്കാൻ അത് നല്ലതായിട്ട് അരഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ കളറിലിരിക്കുന്നത്. എന്തോ ടേസ്റ്റാണെന്നറിയാം. ഒരു ഇച്ചിരി ഒന്ന് നാക്കയിലോട്ട് ഞാൻ തൊട്ട് നോക്കിയപ്പം വെളിച്ചെണ്ണയെല്ലാം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുക. ഓഹോ, ഇതൊന്ന് തിന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ടായിരിക്കും കേട്ടോ. പുഴുക്കെല്ലാം എന്ത് റെഡി ആയതാണ്ടിരിക്കുന്നു. ഇതിൻ്റെ കൂടെ ഇനി നമുക്കിച്ചിരി കാന്താരി ചമ്മന്തിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ്. ചേനയുണ്ട്, ചേമ്പിട്ടിട്ടില്ല കേട്ടോ. കാച്ചിൽ, ചേന, കപ്പ, ഇത്രയും സാധനമേ ഉള്ളത്.